ഇന്ന് നമുക്കൊരു ബ്രൗണി ഉണ്ടാക്കിയാലോ? നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രൗണിയാണ് ഞാനിന്ന് ലിസാസ് ഫ്ലേവേഴ്സ് കൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ ബട്ടർ ഒരു 300 ഗ്രാംസ് ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഐസിങ് ഷുഗർ 300 ഗ്രാംസ്, എഗ്ഗ് 7 പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് 450 ഗ്രാംസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലവർ ഒരു 112 ഗ്രാംസ് ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഹേസൽ നട്ടാണ് എടുത്തേക്കുന്നത്, 170 ഗ്രാം ഹേസൽ നട്ട്. ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ച്, പിന്നെ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച്, ഉപ്പ്. അപ്പോൾ ഇത്രയും കൊണ്ട് നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രൗണി ഇപ്പം നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് കണ്ടു നോക്ക്. ബ്രൗണി ഉണ്ടാക്കാനായിട്ട് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിൽ നമുക്ക് ആ ഡാർക്ക് ചോക്ലേറ്റും ബട്ടറും കൂടി ഇട്ടിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് അതിനെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം. ഇവിടെ ചോക്ലേറ്റും ആ ബട്ടറും കൂടെ അതേ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി കഴിയുമ്പോൾ വെള്ളം ചൂടായി കഴിയുമ്പോൾ നന്നായിട്ട് മെൽറ്റായി മിക്സായിട്ട് വരും. ഇപ്പം നമ്മുടെ ചോക്ലേറ്റും ബട്ടറും ഒക്കെ ഇത് ചൂടായി വരുന്നുണ്ട്. ആ ചോക്ലേറ്റ് പീസസൊക്കെ നല്ല മെൽറ്റ് ചെയ്ത് ബട്ടറിൽ മിക്സ് ചെയ്ത് നല്ലൊരു സോസ് പോലെ ഇതാകും. ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. ഒരു ബൗളിൽ ഐസിങ് ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് എഗ്ഗും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ 7 മുട്ടയും നമ്മൾ അതിനകത്തോട്ട് ഒന്നിച്ചങ്ങ് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഐസിങ് ഷുഗറും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിനെ മിക്സ് ചെയ്ത് എടുക്കും. ഇത് കൊച്ചുകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ്. അപ്പോൾ പറ്റുന്നവരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക്. ബ്രൗണീസ് എന്ന് പറഞ്ഞാൽ ബ്രൗണീസ് വിത്ത് ചോക്ലേറ്റ് സോസ് പിള്ളേരൊക്കെ ഏത് പിള്ളേരും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അമ്മമാർക്ക് പറ്റുന്നത് പോലെ ഇതൊന്ന് ഉണ്ടാക്കി അവർക്ക് കൊടുക്കുക. പിന്നെ നല്ല ഫ്ലഫി ആയിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് വരണം. ഒരു 5 മിനിറ്റ് എടുക്കും ഒന്ന് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആയിട്ട് വരാനായിട്ട്. അപ്പോൾ ആ എഗ്ഗും ഐസിങ് ഷുഗറും നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഈ കൺസിസ്റ്റൻസിയിൽ മതി. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്ത് ചേർക്കാം. പിന്നെ ഞാൻ ഓവൻ ഇവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 200 ഡിഗ്രിയിൽ. അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. നമ്മളിത് പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് അത് ആദ്യം ഒന്ന് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണേ. ആ ഹേസൽ നട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം അതിനകത്തോട്ടൊന്ന് ചേർക്കാനായിട്ട്. അപ്പോൾ അതിനൊന്ന് ചെറിയ റോളർ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന റോളർ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ എഗ്ഗും ഐസിങ് ഷുഗറിനകത്തോട്ട് ആ മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് ആഡ് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഫ്ലവർ, നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും അതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യും. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നട്ട്സും കൂടി ഇട്ടിട്ട് നമുക്ക് ബേക്കിംഗ് ട്രേയിലോട്ട് വെക്കാം. അപ്പോൾ അതിൽ ഒരു പ്രോസസ്സായിട്ട് ആദ്യമായിട്ട് ഇനിയിപ്പം ആ ചോക്ലേറ്റിൻ്റെ ആ മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റും ബട്ടറും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്തു. അപ്പോൾ ആ ചോക്ലേറ്റ് സോസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് ഫ്ലവറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും സോൾട്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നിച്ചാക്കുക. അതൊന്ന് അരിക്കണമെങ്കിൽ ഒന്നിച്ച് അരിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ അതെല്ലായിടത്തോട്ടും മിക്സ് ആയിക്കോളും. എന്നിട്ട് ഇതിനകത്ത് ഇതൊന്ന് മിക്സായി കഴിഞ്ഞിട്ട് ആ ഹേസൽ നട്ട്സും ആ ഫ്ലവറും മിക്സറും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് നമുക്ക് ബേക്കിംഗ് ട്രേയിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ആ ഹേസൽ നട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ഫ്ലവറിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് ഈ ക്രീം മിക്സിനകത്തോട്ട് ആഡ് ചെയ്ത് എടുക്കാം. ആ നട്ട്സും ഫ്ലവറും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക മിക്സ് ചെയ്ത്. എന്നിട്ട് ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇത് ഒഴിച്ച് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഫോൾഡ് ചെയ്യുക. പിന്നെ ഇത് ബേക്കിംഗ് ട്രേ ഞാൻ പറഞ്ഞില്ലേ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം ഓവൻ. എന്നിട്ട് 180 ഡിഗ്രിയിൽ ഒരു 30 to 35 മിനിറ്റ്സ് കൊണ്ട് നമുക്കിതിനെ ബേക്ക് ചെയ്ത് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അതിനകത്തോട്ട് ഒഴിക്കുന്നത് കാണിച്ചു തരാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നല്ല കളറല്ലേ, നല്ല ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കളറാണ്. ആ ഡാർക്ക് ചോക്ലേറ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതും ആ ഷുഗറും കൂടെ വരുമ്പോൾ കറക്റ്റ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും ബ്രൗണിക്ക്.
അപ്പോൾ ആ ബേക്കിംഗ് ട്രേയിലോട്ട് ഞാനിതങ്ങ് ഒഴിക്കുക. ഇതായിരിക്കണം കറക്റ്റ് കൺസിസ്റ്റൻസി ബ്രൗണിയുടെ. അത് കുക്കായി കഴിയുമ്പോൾ മുകൾ വശം നല്ല ക്രിസ്പായിട്ട് ഇരിക്കുകയും ചെയ്യും, അകം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. എന്നിട്ട് ഞാനൊരു ചോക്ലേറ്റ് സോസും കൂടെ ചേർത്ത് ഇത് സെർവ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോൾ അതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് ഒന്ന് വെക്കാൻ പോവുക. അതായത് ഞാൻ പറഞ്ഞല്ലോ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ 30 to 35 മിനിറ്റ്സ് കൊണ്ട് നമുക്കിതിനെ ബേക്ക് ചെയ്ത് എടുക്കാം. ഇതേ നമ്മുടെ ബ്രൗണി ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് നോക്കി നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ടൂത്ത് പിക്ക് വെച്ച് നോക്കിയപ്പോൾ ഒന്നും കൂടെ ഒന്ന് ആവാനുണ്ട്. ഒരു 2 മിനിറ്റ്സും കൂടെ അതിനകത്ത് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്കതിനെ എടുക്കാം.